നമ്മൾ ഇന്ന് പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് ആരാണ് എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത്. നമ്മൾ തൃത്വത്തിന്റെ കാഴ്ചപ്പാടിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ മൂന്നാമത്തെ വ്യക്തിത്വം അല്ലെങ്കിൽ മൂന്നാമത്തെ ദൈവമായിട്ടാണ് തൃത്വക്കാര് ഇപ്പോഴും വിശ്വസിച്ചു പോകുന്നത്, അല്ലെ? മൂന്നാമത്തെ ആൾ ഇറങ്ങി അല്ലെങ്കിൽ മൂന്നാമത്തെ ആൾ ഇറങ്ങി വന്നു എന്നൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതായത് മൂന്നാമൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അവരുടെ അഭിപ്രായത്തിൽ നിന്ന്, അവരുടെ തീരുമാനങ്ങളിൽ നിന്ന് അവർ പഠിച്ചെടുത്ത അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയിൽ അങ്ങനെയാണ് ദൈവത്തിന്റെ മൂന്നാമത്തെ വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിനകത്ത് മൂന്ന് പേരുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചു യഹോവയും യേശുക്രിസ്തുവും ഒരാൾ തന്നെയാണെന്ന്. യഹോവ പിതാവാണെങ്കിൽ യേശുക്രിസ്തു പുത്രനാണെങ്കിൽ രണ്ടും ഒരാൾ തന്നെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചു. ഇപ്പം നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്, അല്ലെ? യഹോവ സാക്ഷികളാണെങ്കിൽ പറയും ദൈവത്തിന്റെ ശക്തിയാണെന്നും ആത്മാവെന്നൊക്കെയാണ് പല ആളുകളും പറയുന്നത്. പക്ഷെ ദൈവവചനം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് വളരെ വ്യക്തകരമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമാണ്, അല്ലെ? പല ആളുകളും ഉദാഹരണത്തിന് എടുത്തുകൊണ്ട് വരുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിലുള്ള സ്നാനമാണ്, അല്ലെ? സ്നാനത്തിനകത്ത് 3 പേരെ കണ്ടു എന്നാണ്. ഒരു ശബ്ദവും കേട്ടു, യേശുക്രിസ്തു നടുക്ക് നിൽക്കുന്നു, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് അവിടെ വരുന്നതും അവിടെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി ആ ഭാഗം വായിക്കുകയാണ്. മർക്കൂസിന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം വാക്യം മുതൽ ഞാൻ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, അക്കാലത്ത് യേശു ഗലീലയിലെ നസ്രയത്തിൽ നിന്ന് വന്ന് യോഹന്നാനാൽ യോർദാനി സ്നാനമേറ്റു. വെള്ളത്തിൽ നിന്നും കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തന്റെ മേൽ വരുന്നതും കണ്ടു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ആത്മാവ് ഉടനെ അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ വന്നത് തൃത്വക്കാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മൂന്നാമനായിരുന്നു അവിടെ വന്നു, അല്ലെ? മൂന്നാമത്തെ വ്യക്തിത്വം അവിടെ വന്നു, അല്ലെ? ദൈവം ഞാൻ പറയുന്നില്ല, മൂന്നാമത്തെ വ്യക്തിത്വമാണ് തൃത്വത്തെ സംബന്ധിച്ചിടത്തോളം. മൂന്നാമത്തെ വ്യക്തിത്വം അവിടെ വന്നു എന്നാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 16-ാമത്തെ വാക്യത്തിൽ അവിടെ കാണുന്നു, അവൻ വളർന്ന നസറേത്തിൽ വന്നു, ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. അപ്പം കർത്താവായ യേശുക്രിസ്തു എവിടെയാണ്? നസറയത്തിൽ ചെല്ലുകയാണ്, ശബത്തില് തന്നെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കാൻ. അപ്പൊ അന്ന് താനൊരു ചെറിയ ശുശ്രൂഷകനെ പോലെ അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. കാരണം യഹൂദന്മാരുടെ പ്രമാണം നീക്കുവാനല്ല, പ്രമാണത്തോട് ചേർന്ന് തന്നെയാണ് യേശുക്രിസ്തു തന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നത്, അല്ലെ? പ്രമാണത്തെ നീക്കുവാനായിരുന്നില്ല താൻ വന്നു എന്ന് പറഞ്ഞു. പക്ഷേ തന്നെ കുറിച്ചുള്ള ഒരു നിയോഗവും അല്ലെങ്കിൽ ഒരു നിവൃത്തിയും അവിടെ ആ പുസ്തകത്തിലുണ്ട്. അത് വായിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തു ആ സമയത്ത്, അല്ലെ? യെശയ്യാപ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു, അവൻ ആ പുസ്തകം വിടർത്തി. 18-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാനും കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരെ തിരികെ കൊടുത്തിട്ട് ഇരുന്ന് പള്ളിയിലുള്ള എല്ലാവരോടും കണ്ണ് അവങ്കൽ പതിഞ്ഞു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കുകയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു, അല്ലെ? അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ആരുടെ ആത്മാവ്? തൃത്വക്കാര് പറയുകയാണെങ്കിൽ മൂന്നാമത്തെ ആളുടെ ആത്മാവെന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുകയാണ്, സുവിശേഷം അറിയുക, കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുക, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അവിടെ കർത്താവ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന യേശു കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നതെന്നാണ് അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അവിടെ 3 പേരുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് അവിടെ തൃത്വക്കാര് പറയുമ്പോൾ അവിടെ 3 പേര് തൃത്വക്കാരെ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ആത്മാവ് വേറൊന്നാണ്, അല്ലെ?
അപ്പൊ യേശു ക്രിസ്തു ഇതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. 4-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോ നമ്മള് താഴോട്ട് നമ്മളൊരു 4-ാം അധ്യായത്തില് 23-ാമത്തെ വാക്യത്തിൽ വരുമ്പോ 23-ാമത്തെ വാക്യത്തിൽ സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സത്യ നമസ്കാരികൾ, അതായത് അവിടെ എഴുതിയിരിക്കണം പിതാവിനെ. അപ്പൊ പിതാവ് എന്ന് പറയുമ്പോൾ അവിടെ ആത്മാവും പറയുന്നുണ്ട്. പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്നാണ് കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. 24-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പൊ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവം ആത്മാവാകുന്നു. അപ്പൊ കാരണം അദൃശ്യനായ ദൈവം മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനെന്ന് യേശു കർത്താവ് പറയുന്ന ആ ദൈവം ആത്മാവാണെന്നാണ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നത്, അല്ലേ? മൂന്നാമനാണെന്ന് യേശു ക്രിസ്തു പറയുന്നില്ല. മൂന്നാമനാണെന്ന് പറയുന്നുണ്ടോ? പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് പറയുന്നത് ദൈവത്തിന്റെ 3 പ്രവർത്തനങ്ങളെയാണ്. ദൈവം പിതാവായി നിന്ന് പ്രവർത്തിക്കുന്നു, പുത്രനായി വന്ന് ഭൂമിയിൽ വീണ്ടെടുപ്പ് നടത്തുന്നു, പരിശുദ്ധാത്മാവായി നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. 3 തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ദൈവം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ അത് 3 വ്യക്തികളായി അവിടെ. അപ്പം മൂന്നാമത്തെ ആളാണെന്ന് പറയുന്നില്ല കർത്താവ് യേശു ക്രിസ്തു ഒരിക്കലും. കർത്താവ് യേശു ക്രിസ്തു ഒരിക്കലും പറയുന്നില്ല മൂന്നാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ്. ഇവിടെ പ്രാവ് പോലെ ഇറങ്ങി എന്ന് പറയുമ്പോൾ പലരും വിശ്വസിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരു പ്രാവാണ് എന്നുള്ളതാണ് അവരുടെ ചിന്ത അവിടെ വരുന്നത്. മനസ്സിലായില്ലേ? പ്രാവ് എന്ന് പറയുമ്പോൾ പല ആളുകളുടെയും ചിന്ത എങ്ങോട്ടാ പോകുന്ന? പ്രാവാണ് പരിശുദ്ധാത്മാവ്. ഇന്നും പ്രാവാണെന്നും പറഞ്ഞുകൊണ്ട് ചില നമ്മൾ എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെ ചിലപ്പോൾ പ്രാവ് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. യേശുവിന്റെ മുകളിലേക്ക് സ്നാനകുളത്തിൽ വന്ന പ്രാവായിട്ട് വന്നു എന്ന് പറയുമ്പോൾ പ്രാവ് മൂന്നാമനെയാണ് കാണിക്കുന്നു എന്നാണ് അവര് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം എന്താണ്? ജാതീയ ആചാരങ്ങളിൽ നിന്നും കയറി വന്ന ചില സംഭവങ്ങൾ മാത്രമായിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ ചിത്രീകരിക്കേണ്ടതെന്നുള്ളതാണ്, അല്ലെ? മൂന്നാമനാണെന്നും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ തെറ്റായ ഒരു കാര്യമാണ് ഇന്ന് ഈ ലോകത്തെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. കാരണം മൂന്നാമത്തെ ആളാണ് യേശു കർത്താവ്. അങ്ങനെ മൂന്നാമത്തെ ആളെന്നോ രണ്ടാമത്തെ ആളെന്നോ, ഞാൻ രണ്ടാമത്തെ ആളാണെന്നും മുകളിലാണ് ഒന്നാമത്തെ ആൾ ഇരിക്കുന്നതെന്നും കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചില്ല. പഠിപ്പിക്കാത്തത് ഇവര് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാലങ്ങളായിട്ട് ഇവരിതിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക മൂന്നാമനാണ്. അപ്പൊ എല്ലാവരും വിചാരം ട്രിനിറ്റിയാണ് അല്ലെങ്കിൽ ത്രിത്വമാണ്, 3 പേരാണ് എന്നുള്ള ചിന്തയാണ്. യേശു കർത്താവ് അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചില്ല. ഞാനും പിതാവ് ഒന്നാകുന്നു, അല്ലെ? ഫിലിപ്പോസിനോട് ചോദിച്ചപ്പോൾ ഫിലിപ്പോസ് എന്നാ പറഞ്ഞത്? ഫിലിപ്പോസിനോട് എന്താണ് കർത്താവ് പറഞ്ഞത്? ഞാൻ ഇത്രയും നാളും നിന്റെ കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസെ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെ 3 വ്യക്തിത്വങ്ങളാക്കി പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനെ മൂന്നാമനാക്കിയിരിക്കുകയാണ്. കാരണം അദൃശ്യനായ ദൈവം ആത്മാവാണ് എന്നാണ് യേശു കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരൊറ്റ കർത്താവേ നമുക്കുള്ളൂ. യേശു കർത്താവും പിതാവായ കർത്താവും അല്ലെങ്കിൽ യഹോവയായ കർത്താവും അങ്ങനെ 2-3 കർത്താക്കന്മാർ നമുക്ക് ഇല്ല. ഒരു കർത്താവേ നമുക്ക് ഉള്ളൂ എന്നുള്ളതാണ്. ആ ദൈവത്തിന്റെ മനുഷ്യ പ്രത്യക്ഷതയാണ്. അപ്പൊ ഇവിടെ നമ്മൾ സ്നാനത്തിൽ കാണുന്ന എന്താണ്? ഒരു മാതൃക കാണിച്ചു തരികയാണ് കർത്താവായ യേശു ക്രിസ്തു, അല്ലെ? അതിനു മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിന് പവർ ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം. അതായത് തന്നെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നിറവേറണം. താൻ മനുഷ്യനായി ഭൂമിയിൽ വരും, ഇത്ര കാലങ്ങൾക്ക് ശേഷം താൻ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് താൻ ഇതെല്ലാം ചെയ്യുമെന്ന് മനുഷ്യനെ കാണിക്കണം. അപ്പൊ മനുഷ്യനും അതുപോലെ ആകണം. കാരണം ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ആ മാതൃകയാണ് യേശു ക്രിസ്തു എവിടെ നിന്നുകൊണ്ട് ഗലീലി യോർദാൻ നദിയുടെ നിന്ന് സ്നാനം ഏറ്റുകൊണ്ട് നമുക്കൊരു മാതൃക കാണിച്ചു തരികയാണ് കർത്താവ് യേശു ക്രിസ്തു. അപ്പൊ നമുക്ക് ആത്മാവിനെ കിട്ടണം. ആത്മാവിനെ കിട്ടാതെ നമ്മൾ രക്ഷപ്പെടത്തില്ല. നമുക്ക് വെളിച്ചം കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരണം. അപ്പൊ ആ ഒരു വെളിച്ചത്തെയാണ് അവിടെ കാണിക്കുന്നത്. പ്രാവ് ആണ് പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ ആളാണ്.
അതിന് പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലൻ തന്റെ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ പ്രാവ്, പക്ഷി എന്നിവയെ കുറിച്ചുള്ള രൂപസാദൃശ്യങ്ങളെ കുറിച്ച് പറയുന്നു. വളരെ തെറ്റായ ഒരു പഠനമാണത് എന്നാണ് 23-ാമത്തെ വാക്യത്തിലെ അശേനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യങ്ങളാക്കി മാറ്റിക്കളഞ്ഞു. ഇന്നും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാവാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം വ്യക്തിത്വങ്ങൾ ഇന്നും ഉണ്ട്. കാരണം ദൈവം ആത്മാവാണ്. അദൃശ്യനായ ദൈവത്തെ ആരും കണ്ടിട്ടില്ല, അവൻ ആത്മാവാണ്. ആ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വെളിപ്പെട്ടതാണ് യേശുക്രിസ്തു എന്ന് വിശ്വസിക്കുവാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ ആ സബ്ജക്റ്റിലേക്ക് ഞാൻ വരുന്നില്ല. ഞാൻ പരിശുദ്ധാത്മാവ് എന്ന സബ്ജക്റ്റിലേക്ക് ഞാൻ വരികയുള്ളൂ. കാരണം എന്താണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സത്യം എന്താണ്? പരിശുദ്ധാത്മാവാണ് നമ്മെ എന്ത് ചെയ്യുന്നത്? അതായത് ദൈവം നമ്മോട് കൂടെ അല്ലെ. യേശു കർത്താവിനെ കുറിച്ച് അവൻ ജനിച്ച വേളയിൽ പറയുന്നുണ്ട്, ദൈവം നമ്മോട് കൂടെ എന്ന് പേരുള്ള ഇമ്മാനുവേൽ. അവൻ എങ്ങനെയാണ് ഇമ്മാനുവേലായിട്ട് നമ്മുടെ കൂടെ ഇരിക്കുന്നത്? പരിശുദ്ധാത്മാവായിട്ടാണ് അവൻ ഇരിക്കുന്നത്. ദൈവം ആത്മാവായിട്ടാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ആത്മാവ് യേശു ക്രിസ്തുവാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ. അതായത് മൂന്നും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും യേശു ക്രിസ്തു പറഞ്ഞത് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടും പിന്നെയും പറയുകയാണ് അത് മൂന്നാമത്തെ വ്യക്തിത്വമാണ് എന്ന് വളരെ വളരെ തെറ്റായ പഠിപ്പിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിനുള്ള സത്യം നമ്മൾ ആരും മറന്നു പോകരുത്. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരിക്കലും മൂന്നാമത്തെ പേഴ്സൺ അല്ല. കാരണം ദൈവം ആത്മാവാണെന്ന് യേശുക്രിസ്തു ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലാതെ മൂന്നാമത്തെ വ്യക്തിത്വമല്ല. കാരണം ദൈവം ആത്മാവാണ്. ആ ആത്മാവ് ഏതാണ്? പരിശുദ്ധമായ ആത്മാവാണ്, പാവനമായ ആത്മാവാണ്. അല്ലാതെ മൂന്നാമത്തെ വ്യക്തിത്വമല്ല. കാരണം ഞാൻ ലോകാവസാനത്തോടും കൂടി നിങ്ങളോട് കൂടെ ഇരിക്കും. യേശുക്രിസ്തു പറഞ്ഞ വാഗ്ദത്തമാണ്. എങ്ങനെയായിരിക്കുന്നത്? ആത്മാവായിട്ടാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. യേശു കർത്താവ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് അങ്ങനെ ആത്മാവായിട്ടാണ് ഇരിക്കുന്നത്. അല്ലാതെ മനുഷ്യനായിട്ട് ഇരിക്കുകയല്ല, ആത്മാവായിട്ടാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്. അവൻ മനുഷ്യനായി വെളിപ്പെടും എന്നുള്ളതാണ് അവനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെടുകയായിരുന്നു അല്ലെ. ഒരിക്കലും അവൻ ആത്മാവാണ്, ആത്മാവായ ദൈവമാണ്. അവൻ അദൃശ്യനാണ്, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനാണ്. അവൻ ആത്മാവായതുകൊണ്ട് അവനെ ആർക്കും കാണുവാൻ കഴിയുകയില്ല. അവൻ സർവ്വപ്രപഞ്ചങ്ങളും നിറഞ്ഞു നിൽക്കുന്നവനാണ്. പക്ഷേ ദൈവവചനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സർവ്വവ്യാപിയായ ഒരു ദൈവത്തെ നമുക്ക് പലയിടത്തും പല വാക്യങ്ങളും നമുക്ക് എടുത്തു കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ എബ്രായരുടെ ലേഖനത്തിൽ പറയുന്ന മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനായതുകൊണ്ട് അവനും അവരെ പോലെയായി. അതാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് രണ്ടും ഒന്നാണ് എന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയധികം ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ കാണുന്നു യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് മൂന്നാമത്തെ വ്യക്തിത്വമല്ല, ഇതെന്താണ്? ദൈവം തന്നെയാണ്. ദൈവം ആത്മാവാണ്. ആ ആത്മാവാണ് പരിശുദ്ധാത്മാവാണ്. ദൈവം പരിശുദ്ധാത്മാവാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ വ്യക്തിത്വം അല്ല എന്നുള്ള കാര്യം അവിടെ വളരെ വ്യക്തമാണ്. വളരെ തെറ്റാണ്. പ്രാവാണ് മൂന്നാമത്തെ വ്യക്തിത്വമാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നവർ വളരെയധികം തെറ്റാണ് ഈ കാലങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് അല്ലെ. നമ്മൾ മറന്നു പോകരുത് എന്നുള്ള കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16 മുതൽ നമ്മൾ വായിക്കും. 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്താൽ അതിന് അവന് ലഭിക്കാൻ കഴിയുകയില്ല. അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താ? മൂന്നാമത്തെ വ്യക്തിത്വമാണ് എന്നുള്ള കാര്യമാണ്. അപ്പൊ അവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാനോ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. അതെങ്ങനെയാ അറിയുന്നത്? ദൈവം ആത്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കും. എങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ മാത്രമേ, മനുഷ്യനായ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ
പരിശുദ്ധാത്മാവായി അവൻ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കത്തുള്ളൂ. അതാണ് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയത്. നമ്മൾ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൈതലായി നിന്നുകൊണ്ട് സ്നാനപ്പെടണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. സ്നാനമേറ്റാൽ മാത്രമേ ഈ രക്ഷ കടന്നു വരത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലേക്ക് വരത്തുള്ളൂ. അതാണ് നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോസ്തല പ്രവർത്തികൾ ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി 2:38 നമ്മൾ വായിക്കുമ്പോൾ 2:38 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 38-ാമത്തെ വാക്യത്തിൽ പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പൊ എന്താണ് അവിടെ കാണുന്നത്? പരിശുദ്ധാത്മാവെന്ന ദാനം അത് സ്നാനത്തിലൂടെ കിട്ടത്തുള്ളൂ. ആരുടെ നാമത്തിൽ സ്നാനപ്പെടണമെന്ന പത്രോസ് പറഞ്ഞത്? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്താലേ പരിശുദ്ധാത്മാവിനെ കിട്ടത്തുള്ളൂ. കാരണം ദൈവത്തിന് ഏകനാമവും ഏക ദൈവവുമാണ്. ആ ദൈവത്തിന്റെ നാമത്തിലാണ് നമ്മൾ സ്നാനപ്പെടുന്നത്. അതാണ് യേശു ക്രിസ്തു. ദൈവത്തിന് അനേകം നാമങ്ങളിൽ ഒന്നാണ് യേശു ക്രിസ്തു. ആ നാമത്തിലാണ് നമുക്ക് രക്ഷപ്പെടുവാൻ തന്ന നാമമാണ്. ദൈവത്തിന്റെ ആ നാമം എന്ന് പറയുന്നത് നമുക്ക് രക്ഷപ്പെടാൻ തന്ന നാമമാണ്. ആ നാമത്തിൽ നമ്മൾ വിശ്വസിച്ച് ആ നാമത്തിൽ രക്ഷയ്ക്കായി സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കിടന്നു വരുന്നു എന്നാണ് അപ്പോസ്തലനായ പത്രോസ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് വരുമ്പോ എന്താണ്? നമുക്ക് അഭിഷേകങ്ങൾ അല്ലെങ്കിൽ പകരപ്പെടുന്ന വാഗ്ദത്തങ്ങളൊക്കെ നമുക്ക് ലഭിക്കും, അല്ലേ? പരിശുദ്ധാത്മാവ് പകർച്ച നമ്മൾ ചിന്തിക്കുമ്പോൾ പല ആളുകളും ഇത് ഒരു വലിയൊരു എന്താ പറയാ തട്ടിപ്പായിട്ട് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പകർച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സ്റ്റേജുകളിൽ ഓരോ ഷോകളും കാണിച്ച് അതുപോലെ പ്രസംഗമൊക്കെ നടത്തി ആളുകളെ തള്ളിയിടുന്നു, ഊതിയിടുന്ന പരിപാടിയൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഇടങ്ങളിൽ. അതൊന്നും പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദാഹമുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് ദാഹമുള്ളവരായിരിക്കണം. ആ ദാഹത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. എന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തുള്ളൂ. ചുമ്മാതെ എന്ന് ഒരാളുടെ തലയിലോട്ട് കൈവച്ചാൽ ഇത് കിട്ടുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വാഞ്ചിക്കുന്നവരാകണം, എന്നാലേ അത് ലഭിക്കുകയുള്ളൂ. നമ്മളിപ്പോ വായിക്കുമ്പോൾ യെശയ്യാവിന്റെ പുസ്തകം 32:15 നമ്മൾ വരുമ്പോ, യെശയ്യാവിന്റെ പുസ്തകം 32:15 വരുമ്പോ, യെശയ്യാവ് 32:15 15-ാമത്തെ വാക്യത്തിൽ വരുമ്പോ, ഉയരത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. അപ്പൊ പരിശുദ്ധാത്മാവ്, അതായത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ മരുഭൂമിയായിരുന്നു, നാം എന്തായി തീരും? ഉദ്യാനമായി തീരും. ഉദ്യാനം വനമായി എണ്ണപ്പെടും. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ പകരപ്പെടുന്ന ആത്മാവാണെന്നും വാഗ്ദത്തം നമ്മുടെ മേൽ വരും, അല്ലെ? വാഗ്ദത്തവും നമ്മുടെ മേൽ വരും പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുമ്പോൾ. യെശയ്യാവിന്റെ 51:21 നമ്മൾ വായിക്കുമ്പോൾ 21-ാമത്തെ വാക്യത്തിൽ, ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമം ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു, നിന്റെ മേൽ എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പൊ പരിശുദ്ധാത്മാവാണ് നമുക്ക് എല്ലാം പറഞ്ഞു തരുന്നത്, അല്ലെ? നമുക്ക് പറഞ്ഞു തരികയും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സഹായകനായി നമ്മോടൊപ്പം ഇരിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഇത് നമ്മൾ നോക്കുമ്പോൾ വിശ്വാസികളിൽ ഇതെങ്ങനെ അധിവസിക്കുന്നു എന്നുള്ളതാണ്. എസെക്കിയേലിന്റെ പുസ്തകം 36:27 നമ്മൾ വായിക്കുമ്പോൾ, എസെക്കിയേൽ 36:27 നമ്മൾ വായിക്കുന്നു. 27-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, 27, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ചട്ടങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകും? നടക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കുകയും ഞാൻ നിങ്ങളുടെ പൂർവ്വന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കുകയും ചെയ്യും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വരാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ വക അനുഗ്രഹങ്ങളൊന്നും നമ്മളിലേക്ക് കടന്നു വരത്തില്ല എന്നുള്ള കാര്യമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14:17 നമ്മൾ വായിക്കുമ്പോൾ,
യോഹന്നാന്റെ സുവിശേഷം 14:17 നമ്മൾ വായിക്കുന്നു. 17-ാമത്തെ വാക്യത്തിൽ ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്താൽ അതിന് അവനെ ലയിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. അപ്പോൾ എന്റെ നാമത്തിൽ അയക്കാനുള്ള പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവായിട്ട് നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ള കാര്യം അവിടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8:9 നമ്മൾ വായിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോ അവിടെ ഇരിക്കും, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് എന്താണ്? ക്രിസ്തുവിന്റെ ആത്മാവാണ്. അത് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവാണെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരുവിൽ നിങ്ങൾ എന്തല്ല? ജഡത്തിന്റെ സ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരെന്ന് അത്രേ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളിലല്ല. അപ്പൊ അത് 3 ഒന്നാണെന്നുള്ള കാര്യം അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, 1 കൊരിന്ത്യർ 3:16 നമ്മൾ വായിക്കുമ്പോ 1 കൊരിന്ത്യർ 3:16 വരുമ്പോ 16-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളുടെ മന്ദിരം എന്താണ്? അത് വിശുദ്ധമാണ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വന്നിരുന്നാൽ മാത്രമേ ഇത് വിശുദ്ധമാകുകയുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനായിട്ട് പ്രാപിക്കുന്നവരായി തീരുവാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. 1 യോഹന്നാൻ നമ്മൾ വായിക്കുമ്പോ 1 യോഹന്നാൻ 2:27 നമ്മൾ വരുമ്പോൾ 1 യോഹന്നാൻ 2:27 നമ്മൾ വായിക്കുന്നു. 27-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് പോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ച പോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. അപ്പോ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ലേ? അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ, ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷനാകും. അവൻ മനുഷ്യനായിട്ട് പ്രത്യക്ഷനാകും. അപ്പൊ പ്രത്യക്ഷതയാണ് മനുഷ്യനായിട്ട് അവൻ പ്രത്യക്ഷനാകുമ്പോൾ എന്താണ്? അവനോട് കൂട്ടായ്മ ഉണ്ടാവണം. അവനോട് ആത്മാവിൽ കൂട്ടായ്മ ഉള്ളവനെ അവൻ എന്താണ്? പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ സ്വീകരിക്കുകയുള്ളൂ. നമുക്ക് ധൈര്യം ഉണ്ടാകണമെങ്കിൽ അവന് തന്നെ വസിക്കണം. കാരണം അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു, ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ വസിക്കണമെന്നുള്ള കാര്യം അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോ നമ്മള് ആദിമസഭയിൽ ആത്മസ്ഥാനം അല്ലെങ്കിൽ ആത്മാവിനെ ലഭിച്ചവരെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുമ്പോ ലൂക്കോസിന്റെ സുവിശേഷം 2:25 നമ്മൾ വായിക്കുന്നു. 2-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 25-ാമത്തെ വാക്യത്തിൽ, യെരുശലേമിൽ ശിമോൻ എന്നൊരു പേരിലുള്ള മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിലെ ആശ്വാസത്തിനായി കാത്തിരുന്നവനായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. ആരുടെ? ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ജീവിച്ച ഒരു വിശ്വാസിയാണ് യേശു കർത്താവ്. പുതിയ നിയമം ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്താണ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അവനിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അപ്പൊ പഴയ കാലങ്ങളിൽ പരിശുദ്ധാത്മാവ് വരികയും പോവുകയും ചെയ്യുന്ന ആത്മാവായിരുന്നു. ഇന്ന് നമ്മൾ സ്ഥിരമായി ഇരിക്കുന്നു എന്നുള്ളതാണ് അല്ലെ? ഏലിയാവിന്റെ കൂടെയൊക്കെ പരിശുദ്ധാത്മാവ് ഇരിക്കും എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പരിശുദ്ധാത്മാവ് വിട്ടുപോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, ചുരച്ചെടിയുടെ നടുവിൽ കിടന്നുറങ്ങി എന്താ പറഞ്ഞത്? എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമെന്ന് ഏലിയാവ് പറഞ്ഞു. അത്രയും വലിയ പ്രവാചകൻ പറയണമെങ്കിൽ ആത്മാവ് വിട്ടുപോയി. അതാണ് അങ്ങനെ പറയേണ്ട
ഒരു അവസ്ഥ വന്നത്. അപ്പൊ പുതിയ നിയമത്തിൽ നമ്മൾ പത്രോസിനെയും പൗലോസിനെയും ഒക്കെ നോക്കുമ്പോൾ ആ കുഴപ്പമില്ല. അവർക്ക് എന്താണ്, ദൈവത്തിന്റെ ആത്മാവ് അവരുടെ കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് യാതൊരുവിധ നിരാശയോ നിരുത്സാഹമോ ഒന്നും അവർക്കില്ല. അവർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. പ്രതികൂലം വന്നപ്പോഴും പ്രതിസന്ധി വന്നപ്പോഴും അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ തകരാതെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആത്മാവായി ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുന്നു, അല്ലേ? അപ്പോ ആ ആത്മാവിന് വേണ്ടി, ആ പരിശുദ്ധാത്മാവിന് വേണ്ടി വാഞ്ചിക്കുന്നവരായി തീരുവാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോ നമ്മള് അപ്പോസ്തല പ്രവൃത്തി 2:3 വരുമ്പോൾ 2:3 നമ്മൾ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷനായവല്ലോ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഒരു അടയാളമായിട്ടാണ് അന്യഭാഷ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും ചിന്തിക്കും, അല്ലെ, ഈ നമ്മള് സ്റ്റേജിൽ നിൽക്കുന്നവര് പല ആളുകൾ അന്യഭാഷ പറയുന്നുണ്ട്. പക്ഷെ അന്യഭാഷ അവർ വ്യാഖ്യാനിക്കത്തില്ല. അവർ എന്താ അന്യഭാഷ പറഞ്ഞെന്ന് പോലും അവർക്ക് അറിയത്തില്ല. ആ വ്യാഖ്യാനിക്കൂടെ വേണം, അല്ലെങ്കിൽ വ്യാഖ്യാനി വേണമെന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടും അവരത് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അവർ പറയണം, അല്ലെ? പത്രോസും പൗലോസും അത് പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്കത് പറയാൻ അറിയാമായിരുന്നു. കാരണം അവർ പറയുന്ന അന്യഭാഷ എന്താണെന്ന് ജനത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നു. ഇന്നത്തെ ഒരു ഈ അന്യഭാഷ പറഞ്ഞു തുള്ളുന്ന അല്ലെങ്കിൽ കൈകൊട്ടി ചാടുന്ന ഏതെങ്കിലും ദൈവദാസൻ എന്ന് പറയുന്നവർക്ക് ആർക്കെങ്കിലും അന്യഭാഷയുടെ അർത്ഥം പറയുവാനൊക്കുവോ? പറയാനൊക്കത്തില്ല. അവര് ചുമ്മാതെ ഇങ്ങനെ ആളുകളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വായിൽ തൊടുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് മൂളിക്കൊണ്ട് മുരളിക്കൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ സത്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 8:17 നമ്മൾ വായിക്കുമ്പോ 8:17 നമ്മൾ വായിക്കുന്നു, 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, 17-ാമത്തെ വാക്യത്തിൽ അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം എന്താണ്, അവർ എങ്ങനെ സ്നാനപ്പെട്ടു എന്ന് അവിടെ കാണുന്നുണ്ട്. അവർ കൈവച്ചു എന്ന് പറയുന്നു. 16-ാമത്തെ വാക്യം, അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റതേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവിന് ലഭിക്കുകയുള്ളൂ എന്ന് പത്രോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും 28:19 യേശു കർത്താവ് പറഞ്ഞ കൽപ്പനയാണെന്ന് പറയുന്നു. കാരണം യേശു കർത്താവ് പരിശുദ്ധാത്മാവായിട്ട് പത്രോസിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞ കാര്യമാണ് 2:38 പറയുന്നത്, അവന്റെ നാമത്തിൽ എന്താണ് പാപമോചനമെന്നും ആ നാമത്തിലെ പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തുള്ളൂ എന്ന കാര്യവും പറഞ്ഞു. അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല ആളുകൾക്ക്. 28:19 ഇപ്പോഴും പിടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. 3 പേരാണ്, 3 വ്യക്തികളുടെ നാമത്തിലാണ്. അതായത് പരിശുദ്ധാത്മാവ് 3-ാമത്തെ വ്യക്തിത്വമാണ്. ആ 3-ാമത്തെ വ്യക്തിത്വമായ കാര്യത്തിനാണ് നമ്മളെ സഹായിക്കാൻ വരുന്നത്. എന്തെല്ലാം പോഷകാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പോഷകളിൽ നിന്നൊക്കെയും ഈ കാലങ്ങളിൽ മാറിയില്ലെങ്കിൽ കർത്താവിന്റെ വരവിൽ നിങ്ങൾ ആരും എടുക്കപ്പെടില്ല. എടുക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ഇതൊക്കെയും അനുസരിക്കണം. ദൈവവചനത്തിലെ കാതലായ വിഷയം എന്താണ്, പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം പ്രിയ സഹോദരങ്ങളെ. മനസ്സിലാക്കിയെങ്കിലേ കർത്താവിന്റെ രാജ്യത്തേക്ക് നിങ്ങൾക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പ്രവൃത്തികൾ 10:44 വരുമ്പോ, അപ്പോസ്തല പ്രവൃത്തികൾ 10:44 നമ്മൾ വായിക്കുന്നു. 44-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എങ്ങനെയാണ്, ഈ വാക്കുകളെ പത്രോസ് പ്രസംഗിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേൽ പകർന്നത് കണ്ട് വിസ്മയിച്ചു. 47 നമ്മളെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പാൻ കൽപ്പിച്ചു. 3 പേരുടെ നാമത്തിലല്ല, യേശു ക്രിസ്തുവിന്റെ നാമം, അതായത് പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമം ഏതാണ്? യേശു ക്രിസ്തുവിന്റെ നാമമാണെന്ന് പത്രോസിന് ഉറപ്പാണ്. അതുകൊണ്ട്
പത്രോസ് പറഞ്ഞു. എന്താണ് അവിടെ പറഞ്ഞത്? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പീൻ എന്നവിടെ വ്യക്തമായിരുന്നു. അപ്പം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം എന്താണ്? യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അതുകൊണ്ടാണ് പത്രോസ് അത് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി 19:6 വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തിയിൽ 19:6 നമ്മൾ വായിക്കുമ്പോൾ 6-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. മാനസാന്തര സ്ഥാനം, അതായത് 4-ാം വാക്യം മുതലാണ് നമ്മളത് വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 19:4. അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനം, അതായത് അതിന് മുമ്പോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കണം. നിങ്ങൾ വിശ്വസിച്ച പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പോകും, അല്ലെ? അപ്പല്ലോസ് കൊരിന്തിയിൽ ഇരിക്കുമ്പോൾ, അതായത് 19:1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ കാര്യം എന്താണ് നമുക്ക് പിടികിട്ടും. അപ്പല്ലോസ് കൊരിന്തിയിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവർ ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനം കഴിപ്പിച്ച് തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ടാറെ അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തിന് വളരെയധികം പ്രാധാന്യം ദൈവവചനം കൽപ്പിക്കുന്നുണ്ട്. കാരണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ഏതാണ്? യേശു ക്രിസ്തുവിന്റെ നാമം ആയതുകൊണ്ടാണ്. ആ നാമത്തിൽ മാത്രമേ നിങ്ങൾക്ക് പാപമോചനവും പരിശുദ്ധാത്മാവ് എന്ന ദാനവും ലഭിക്കത്തുള്ളൂ. 6-ാമത്തെ വാക്യത്തിൽ പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു, അല്ലെ? അപ്പൊ അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി, പ്രവചിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാവ് വന്നപ്പോഴെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അവിടെ 7-ാമത്തെ വാക്യത്തിൽ വെച്ചിരിക്കുകയാണ്, ആ പുരുഷന്മാരെല്ലാവരും കൂടി 12ഓളമായിരുന്നു എന്ന് 12ഓളം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എല്ലാവരും കൂടി. അപ്പം അത്രയും പേര് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു. ആരാ അവരോട് പറഞ്ഞത്? അപ്പോസ്തലനായ പൗലോസാ പറഞ്ഞത്. അപ്പൊ പിതാവ് ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പഠിപ്പിച്ച അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ നാമത്തിലെ രക്ഷയുള്ളൂ. സ്നാനം ആ നാമത്തിലാണ്, വേറെ ആരുടെയും നാമത്തിലല്ല. 3 ദൈവങ്ങളുടെ നാമത്തിലും 3 വ്യക്തികളുടെ നാമത്തിലും അല്ല. പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനൊരു നാമമുണ്ട് പ്രിയ സഹോദരങ്ങളെ. ആ നാമം മനസ്സിലാക്കി ആ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും. ആ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും എന്നുള്ള കാര്യമാണ് ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇത്രയും കാലം നിങ്ങൾ തൃത്വമെന്നും ത്രിയേകമെന്നും പറഞ്ഞുകൊണ്ട് ദൈവം ത്രിയേകനാണെന്നും 3 ത്രിമൂർത്തികളാണെന്നും ഒക്കെ പഠിപ്പിക്കുന്ന വളരെ തെറ്റായ പഠനങ്ങളിലൂടെ ഈ കാലങ്ങളിൽ നിങ്ങൾ കടന്നു പോവുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ യഥാർത്ഥ ആത്മാവിനെ മനസ്സിലാക്കി ദൈവവചനം പഠിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ നാമത്തിൽ, അതായത് യേശു ക്രിസ്തുവാകുന്ന ദൈവത്തിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എല്ലാ വ്യക്തിത്വങ്ങളെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്നോർത്തുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ നിന്ന് നിർത്തുന്നു.